നമസ്കാരം, ബിഗ് 10 ന്യൂസിലേക്ക് സ്വാഗതം. മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തിയതോടെ പ്രയാഗ്രാജിൽ വൻ ഗതാഗത കുരുക്ക്. ത്രിവേണി സംഗമത്തിലേക്ക് എത്താനാകാതെ പലരും വഴിയിൽ കുടുങ്ങിയതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആൾത്തിരക്ക് കൂടിയതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച വരെ പ്രയാഗ്രാജ് സംഘം റെയിൽവേ സ്റ്റേഷൻ അടച്ചിട്ടു. പിന്നാലെ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാരിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവർ ശ്യാം പ്രസാദ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുന്നതിന് എല്ലാ നടപടികളും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി. നിയമസഭയിൽ എൻ ജയരാജന്റെ സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. ഇക്കാര്യത്തിൽ ക്രൈം നമ്പർ 170/2025 ഏറ്റുമാനൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അറസ്റ്റിലായ പ്രതി ജിബിൻ ജോർജ് റിമാൻഡിലാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. യുഎസും ചൈനയും തമ്മിൽ വ്യാപാര യുദ്ധത്തിലേക്ക് കടക്കുന്നതിനിടെ വീണ്ടും തീരുവ വർധനവ് പ്രഖ്യാപിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എല്ലാ തരത്തിലുമുള്ള സ്റ്റീൽ, അലുമിനിയം ഇറക്കുമതികൾക്കാണ് തീരുവ വർധനവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിലുള്ള ലോഹ തിരുവകൾക്ക് പുറമെ 25% തീരുവ കൂടി ചുമത്തുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിൽ കാനഡയാണ് യുഎസിലേക്ക് ഏറ്റവും കൂടുതൽ സ്റ്റീൽ, അലുമിനിയം ഇറക്കുമതി നടത്തുന്നത്. യുഎസിലേക്കുള്ള മൊത്തം സ്റ്റീൽ ഇറക്കുമതിയുടെ 79% കാനഡയിൽ നിന്നാണ്. ട്രംപിന്റെ പുതിയ നയം യുഎസ് കാനഡ ബന്ധം കൂടുതൽ മോശമാക്കുമെന്നാണ് വിലയിരുത്തൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് യുഎസ് സന്ദർശനം ഇന്നു മുതൽ. ഇമ്മാനുവൽ മാക്രോണും ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചകളിലൂടെ ഇന്ത്യ-ഫ്രാൻസ്, ഇന്ത്യ-യുഎസ് ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുമെന്ന പ്രതീക്ഷ നരേന്ദ്രമോദി പങ്കുവച്ചു. ഫെബ്രുവരി 10-12 തീയതികളിൽ ഫ്രാൻസിൽ നടക്കുന്ന AI ആക്ഷൻ ഉച്ചകോടിയിൽ മോദി പങ്കെടുക്കും. ഉച്ചകോടിയുടെ സഹ അധ്യക്ഷ സ്ഥാനവും ഇന്ത്യക്കാണ്. മോദിയുടെ സന്ദർശനം ഇന്ത്യ-USA സൗഹൃദത്തെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയും വിവിധ മേഖലകളിലെ ബന്ധത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്നും മോദി പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ഫെബ്രുവരി 12-13 തീയതികളിലാണ് മോദി US സന്ദർശിക്കുക. സൂര്യാസ്തമയത്തിന് ശേഷം സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നിയന്ത്രണങ്ങൾ നിർദ്ദേശപരമാണെന്നും നിർബന്ധ സ്വഭാവമുള്ളതല്ലെന്നും മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കി. ഉദ്യോഗസ്ഥർക്ക് ജാഗ്രത നൽകാനാണ് നിയന്ത്രണങ്ങൾ. എന്നാൽ ആവശ്യഘട്ടങ്ങളിൽ ഇവ ലംഘിച്ചു എന്നതുകൊണ്ട് മാത്രം അറസ്റ്റ് നിയമവിരുദ്ധമാകില്ല. നടപടിയെടുക്കേണ്ടി വന്ന പ്രത്യേക സാഹചര്യം പോലീസ് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുകയാണ് വേണ്ടത്. കാരണങ്ങൾ വ്യക്തമാക്കാൻ ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇത്തരം അറസ്റ്റുകൾ ആവശ്യമാകുന്ന ഘട്ടങ്ങൾ സംബന്ധിച്ച നിർവചനവും മാർഗനിർദ്ദേശങ്ങളും വ്യക്തമാക്കാനും കോടതി പോലീസിന് നിർദ്ദേശം നൽകി. മണിപ്പൂർ കലാപത്തിന്റെ കാരണക്കാരെന്ന് കുക്കി, സോമാർ ഗോത്ര വിഭാഗങ്ങൾ ആരോപിക്കുന്ന ബീരൻ സിംഗ് രാജിവെച്ചത് സമാധാന ശ്രമങ്ങൾ വേഗത്തിലാക്കിയേക്കും. ഇന്ന് തുടങ്ങാനിരുന്ന നിയമസഭാ സമ്മേളനത്തിൽ തന്റെ സർക്കാരിനെതിരെ കോൺഗ്രസ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനിരിക്കെയാണ് എൻ ബീരൻ സിംഗ് മണിപ്പൂർ മുഖ്യമന്ത്രി പദം രാജിവെച്ചിരിക്കുന്നത്. അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെ പാർട്ടി MLA-മാരുടെ യോഗം വിളിച്ചെങ്കിലും ഭൂരിഭാഗം പേരും വിട്ടുനിന്നതോടെ കേന്ദ്ര നേതൃത്വം അപകടം മനസ്സിലാക്കി. ഇതിന് പിന്നാലെയാണ് ബീരൻ സിംഗിനെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. കൂടിക്കാഴ്ചയിൽ രാജി എന്ന ആവശ്യം ഉയർന്നതോടെ ബീരൻ സിംഗിന് മുന്നിൽ മറ്റു വഴികൾ അടയുകയായിരുന്നു. ഡൽഹി മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള ചർച്ചകൾ സജീവമാക്കി BJP. പാർട്ടി അഖിലേന്ത്യാ സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷ്, വൈസ് പ്രസിഡന്റ് ജയന്ത് പാണ്ഡ, സെക്രട്ടറി അൽക്ക ഗുർജർ, ഡൽഹി BJP പ്രസിഡന്റ് വീരേന്ദ്ര സജ്വ തുടങ്ങിയ നേതാക്കൾ വിവിധ ഘട്ടങ്ങളിലായി 48 നിയുക്ത MLA-മാരുമായി ചർച്ച നടത്തി. രാത്രി വൈകിയാണ് ചർച്ച പൂർത്തിയായത്. മുഖ്യമന്ത്രിയെ പറ്റിയുള്ള അഭിപ്രായ രൂപീകരണമാണ് പ്രധാനമായും നടന്നതെന്നാണ് വിവരം. കേജ്രിവാളിനെ തോൽപ്പിച്ച പർവേഷ് വർമ്മ, മൻജിന്ദർ സിംഗ് സിൻസ, കപിൽ മിശ്ര, രേഖ ഗുപ്ത എന്നിവരുടെ പേരുകൾ പരിഗണനയിലുണ്ട്. യുഎസിൽ നിന്ന് നാടുകടത്തിയ ഇന്ത്യക്കാരുടെ നേരെയുണ്ടായ മനുഷ്യാവകാശ ലംഘനങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ചേക്കും. തുടക്കത്തിൽ US-ന്റെ നടപടിയെ ന്യായീകരിച്ച വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധത്തെ തുടർന്ന് നിലപാട് തിരുത്തുകയും ആശങ്കകൾ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയുടെ പ്രതിഷേധം നേരിട്ടറിയിക്കുമെന്ന വാർത്തകൾ ഇതുവരെ വിദേശകാര്യ മന്ത്രാലയം നിഷേധിച്ചിട്ടില്ല. ഈ മാസം 12-നും 13-നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി US സന്ദർശിക്കുന്നത്. ട്രംപ് 2ാം തവണ അധികാരമേറ്റ ശേഷം നരേന്ദ്രമോദിയുമായുള്ള ആദ്യ കൂടിക്കാഴ്ചയാണിത്. താമസ സ്ഥലത്തെ
ഫ്ളാറ്റിൽ നിന്ന് ചാടി 9ാം ക്ലാസ് വിദ്യാർത്ഥി മിഹിർ അഹമ്മദ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വിദ്യാർത്ഥി പഠിച്ച ഗ്ലോബൽ പബ്ലിക് സ്കൂളിന് ഇതുവരെ NOC ഹാജരാക്കാനായിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്കൂളിനോട് NOC രേഖകൾ അടിയന്തരമായി സമർപ്പിക്കാൻ വിദ്യാഭ്യാസ ഡയറക്ടർ ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെ അത് ഹാജരാക്കിയിട്ടില്ല. വിഷയത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. ISL ഫുട്ബോളിൽ ജംഷഡ്പൂർ FCക്കെതിരെ ബംഗളൂരുവിന് 3-0 ജയം. ആൽബർട്ടോ നിഗോരോ ഇരട്ട ഗോൾ നേടി. 43ാം മിനിറ്റിൽ എഡ്ഗാർ മെൻഡാസ് ആണ് ആദ്യ ഗോൾ നേടിയത്. പോയിന്റ് പട്ടികയിൽ ബംഗളൂരു 4ാം സ്ഥാനത്തേക്ക് കയറി. 20 കളികളിൽ 31 പോയിന്റാണ് ബംഗളൂരുവിനുള്ളത്.